എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവും ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തെ കുറിച്ചാണ്. അതിനാധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇന്ത്യയുടെ മാപ്പ് എടുത്തു നോക്കിയാൽ ദൈവരാജ്യം എവിടെയാണെന്ന് കാണാൻ കഴിയത്തില്ല. ലോക മാപ്പ് എടുത്തു നോക്കിയാൽ ദൈവരാജ്യം എവിടെയാണെന്ന് കാണാൻ കഴിയത്തില്ല. എന്നാൽ ദൈവരാജ്യം എങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി തരുന്നത് വിശുദ്ധ ബൈബിളാണ്. ആ വിശുദ്ധ ബൈബിളിൽ തന്നെ മറ്റൊരു തിരുവെഴുത്ത് ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. 1 കൊരിന്തി 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ. ദൈവരാജ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ വചനത്തിൽ നിന്ന് ലഭിക്കും. ദൈവരാജ്യം ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് ദൈവശക്തിയാലാണ്. ദൈവശക്തിയുടെ പ്രവൃത്തി എവിടെയൊക്കെ വെളിപ്പെടുന്നു അതെല്ലാം ദൈവരാജ്യമാണ്. യേശുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഭൂതം ബാധിച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സഹോദരിയെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് വിടുവിച്ചപ്പോൾ, യേശുവിനെ പരിഹസിച്ചപ്പോൾ യേശു പറയുന്നു, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ദൈവാത്മാവിനാൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി എവിടെയൊക്കെ വെളിപ്പെടുന്നുവോ അതെല്ലാം ദൈവരാജ്യമാണ്. ദൈവരാജ്യമാണ്. ആ വലിയ സത്യം ഗ്രഹിക്കേണ്ടത്, ആ വലിയ വെളിപ്പാട് ഗ്രഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ യേശു കർത്താവ് ഏറ്റവും മർമ്മപ്രധാനമായി പ്രസംഗിച്ച ഒരു വിഷയമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, റോമാലേഖനം 14-ാം അധ്യായം അതിന് 17-ാമത്തെ വാക്യം പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. സന്തോഷവും സമാധാനവും എവിടെ വെളിപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവരാജ്യമാണ്. എല്ലാവരും ഈ ദൈവരാജ്യത്തിൽ, ദൈവശക്തിയാൽ സ്ഥാപിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യരും ഈ ദൈവരാജ്യത്തിനകത്ത് വസിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നതിലൂടെ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഒന്നാമത്തെ കടമ കടക്കത്തുള്ളൂ. ദൈവരാജ്യമുള്ളിടത്ത് സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്, വലിയ വിടുതലുകൾ നടക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭവനം ഒരു ദൈവരാജ്യമായി മാറട്ടെ, നിങ്ങളുടെ ചർച്ചിൽ ദൈവരാജ്യമായി മാറട്ടെ, നിങ്ങളുടെ ആത്മീയ യോഗങ്ങൾ, കൂടിവരവുകൾ എല്ലാം ദൈവരാജ്യത്തിന്റെ ഒരനുഭവമായി മാറട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവ് ഇന്ന് പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ വിശ്വസിക്കുക, ഈ സത്യത്തിനകത്തേക്ക് പ്രവേശിക്കുക. ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന, രോഗത്തിൽ, ഭാരത്തിൽ, നിരാശയിൽ, കടഭാരത്തിൽ, വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ
ദൈവരാജ്യത്തിൽ കടഭാരമില്ല, ദൈവരാജ്യത്തിൽ ദുഃഖമില്ല, ദൈവരാജ്യത്തിൽ വിഷയങ്ങളില്ല. വിഷയങ്ങളെ പരിഹരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവരാജ്യത്തിൽ, ദൈവശക്തിയെ സ്ഥാപിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൽ അവർ ആകുമ്പോൾ തന്നെ കർത്താവേ, യേശുവിൻ നാമത്തിൽ അവർക്കൊരു വലിയ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.